സ്വർഗത്തിലും ഭൂമിയിലും മഹത്വം നിറഞ്ഞു നിൽക്കുന്ന മഹത്വത്തിൻ്റെ ഉടമയുടെ കർത്താവിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അൾത്താരെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിച്ച് ഉയർത്തിയ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി. എൻ്റെ പേര് ഷീന. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 10 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ഇസ്രായേലിൽ ജോലി നോക്കാൻ ട്രൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് 6-7 മാസമായിരുന്നു. എനിക്ക് വിസ തടസ്സമായിരുന്നു. വിസ ഒന്നും റെഡിയാകാമെന്നായിരുന്നില്ല. ഞാനിവിടെ വന്ന് ഞാൻ 2010 മുതൽ 2017 വരെ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്ന് ഞാൻ 2017 റിസൈൻ ചെയ്തു വന്നു. 2018 മുതൽ ഞാൻ ഇസ്രായേലിന് ട്രൈ ചെയ്തു തുടങ്ങി. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ഒരുപാട് നാൾ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു, കിട്ടിയില്ല. പിന്നെ 2019 ജനുവരി 10 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വിസ എനിക്ക് ലഭിച്ചു. 2019 ഫെബ്രുവരി 25 ഞാൻ ഇസ്രായേലിലേക്ക് പോയി. കുറേ നാൾ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥന ഒട്ടും ഇല്ലാതായി. പുതിയ കൂട്ടുകാരായി, സീരിയലിന് അഡിക്റ്റായി തുടങ്ങി. പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ നിന്നും തീരെ ഇല്ലാതായി. ഒരധ്യായം ബൈബിൾ വല്ലതും വായിച്ച് ഞാൻ അങ്ങ് നിർത്തുവാൻ അത്രയേ ഉള്ളായിരുന്നു എൻ്റെ പ്രാർത്ഥന. സീരിയലിന് അഡിക്റ്റായി തുടങ്ങിയതോടെ എൻ്റെ ജീവിതവും ചേഞ്ചായി തുടങ്ങി. അത് കഴിഞ്ഞ് 2022 ഒക്ടോബർ 22 ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. അച്ഛൻ്റെ ധ്യാനം കൂടി. അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കുറേ ദിവസമൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ 3 ദിവസം ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കാതെ 3 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചതോടെ എനിക്ക് ഒരുപാട് കൃപകൾ കിട്ടി. എൻ്റെ പാപത്തെയും സാഹചര്യത്തെയും ഞാൻ വെറുത്തുപേക്ഷിച്ചു. എനിക്ക് സീരിയൽ ഞാൻ കാണാതായി. ഫുൾ ടൈം ഞാൻ പ്രാർത്ഥനയിൽ ആയി. ധ്യാനങ്ങൾ കൂടുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എല്ലാത്തിനും ഞാൻ ഫുൾ ടൈം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചു. പ്രാർത്ഥന ഒരു ലഹരിയായി എനിക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ പാവപ്പെട്ടവരെ ഒന്നും സഹായിക്കുമായിരുന്നില്ല. ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ കിടന്നിട്ടും ഞാൻ ആരെയും സഹായിക്കുമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് പ്രെയർ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഇങ്ങനെ അനാഥാലയത്തെ പിള്ളേർക്ക് ഒരു നേരത്തിന് ഫുഡിനുള്ള പൈസ കൊടുക്കാൻ. ഞാൻ ഒരു മാസത്തെ ഫുഡിനുള്ള പൈസ അവർക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ആ പൈസ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് നീക്കി വെച്ചു. അന്നോട്ട് എല്ലാ ദിവസവും ഞാൻ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ച ഉപവാസം എടുത്തു. ആ പൈസ മുഴുവൻ പാവപ്പെട്ടവരെ സഹായിച്ചു തുടങ്ങി. എൻ്റെ ജീവിതം അപ്പാടെ മാറി തുടങ്ങി. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. എല്ലാത്തിനും എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ദേഷ്യമെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പാടെ മാറി. ജീവിത വിശുദ്ധീകരണത്തിന് ലഭിച്ചോടെ നിത്യതയിലേക്ക് എന്ന ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നെന്നും നന്മയെ മുറുകെ പിടിക്കാനും തിന്മയെ വെറുത്ത് ഉപേക്ഷിക്കാനുമുള്ള കൃപ എനിക്ക് കിട്ടി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ പപ്പായ്ക്ക് സോഡിയം കുറഞ്ഞു പോയി. BP ലോ ആയി തുടങ്ങി. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞു, പപ്പായി ഇനി തിരിച്ച് കിട്ടത്തില്ല. ഞാൻ പെട്ടെന്ന് ലൈറ്റ് ആൻഡ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. പപ്പായ്ക്ക് 2 ദിവസം പപ്പ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിൽ പപ്പായ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ 2022 ഡിസംബറിൽ ഞാൻ ലീവിന് വന്നു. ഇസ്രായേലിൽ ലീവിന് വന്ന് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ നിയോഗം ഞാൻ വെച്ചത്, ഞങ്ങളുടെ സ്ഥലം ഒരുപാട് വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് വിറ്റുപോകാതെ കിടക്കുമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥലമെല്ലാം വിറ്റുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് 45 ദിവസത്തെ ലീവിനായിരുന്നു വന്ന് ഞാൻ തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചിന് 10 വയസ്സുണ്ട്. അവന് എന്നെ കാണാതെ ഫുഡ് കഴിക്കുന്നില്ല. ഭയങ്കര കരച്ചിൽ. സ്കൂളിൽ പോകുന്നില്ല. ഭയങ്കര കരച്ചിൽ. ആ നിലവിളി എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലെത്തി. അപ്പം വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ് നിർത്തി നാട്ടിൽ പോര്, എന്നിട്ട് നമുക്ക് ഞാനൊരു നേഴ്സാണ്, അപ്പോൾ OET നമുക്ക് ട്രൈ ചെയ്യാം, നീ പോരാൻ പറഞ്ഞു. അപ്പം 2001 ഞാൻ പഠിച്ചിറങ്ങിയതാണ് നേഴ്സിങ്. അപ്പോൾ എനിക്ക് OET എഴുതാമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. 4.5 വർഷം ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഞാൻ ഹോം കെയർ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ടച്ച് എനിക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ, അമ്മ മാതാവും ഈശോപ്പായി എൻ്റെ കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ ഞാൻ OET പഠിച്ചു തുടങ്ങി. 2023 മെയ്യിൽ ഞാൻ തിരിച്ച് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ OET എഴുതി. എനിക്ക് B സ്കോർ തന്ന് എൻ്റെ അമ്മ മാതാവും ഈശോപ്പായി അനുഗ്രഹിച്ചു.
അടുത്തത് CBT എനിക്ക് എ സ്കോർ എനിക്ക് കണക്കിന് ഞാൻ തീരെ പുറകാട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ. അപ്പോൾ CBTയിലെ എ പാർട്ട് മുഴുവൻ കാൽക്കുലേഷനാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്കിത് തീരെ പറ്റത്തില്ല, എനിക്ക് കാൽക്കുലേഷനൊന്നും എനിക്ക് പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല, എൻ്റെ ഈശോപ്പായുടെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ CBT പാസ്സാകത്തുള്ളൂ. ഞാൻ CBTക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അമ്മ മാതാവിന് പറഞ്ഞു, അമ്മ മാതാവ് ഞാൻ ആരോടും പറയുന്നില്ല CBT ഡേറ്റ് എടുത്ത കാര്യം, ഞാൻ എക്സാം എഴുതുന്ന കാര്യവും. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഇവിടെ എക്സാം കഴിഞ്ഞ് ഞാൻ ഇതുവഴി വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജൂലൈ 21 ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി കഴിഞ്ഞ് എക്സാം എനിക്ക് പാടായിരുന്നു, എങ്കിലും ഞാൻ 2.5 മണിക്കൂറാണ് CBT എക്സാം. ഞാനെങ്കിലും ഞാൻ 3/4 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. തിരിച്ചിറങ്ങിയപ്പോഴത്തേനും എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ CBT ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എനിക്ക് എല്ലാത്തിനും ഞാൻ അപ്ലൈ ചെയ്തു. എങ്കിലും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോപ്പായ അമ്മ മാതാവ് എനിക്ക് എവിടെയാണോ എനിക്ക് ജോലി ഒരുക്കുന്നത് അവിടെ മാത്രം മതി, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എന്നെ നിറവേറട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്കൊന്നും കിട്ടിയില്ല. 7ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് എൻ്റെ പാസ്സായ ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അവളോട് വിളിച്ചു വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ആ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ്, ഒരു കുഴപ്പമില്ല, ജോലിയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവരും അവളുടെ ആ ഹോസ്പിറ്റലിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റലോട് ജോലി ചെന്ന് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് എല്ലാ ബുധനാഴ്ചയുമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നത് മാതാവ്. ഒരു ബുധനാഴ്ചയാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായതും ഓഫർ ലെറ്റർ വന്നതും. പിറ്റേ ബുധനാഴ്ച അടുത്തപ്പോൾ എനിക്ക് COS വന്നു. അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം എല്ലാവർക്കും അറിയാം, കുവൈറ്റിലും എല്ലാവർക്കും പറയാം, UK-യിലും കാനഡയിലും ഒക്കെ ജോലി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ PCC കൊടുക്കണം. എനിക്ക് കുവൈറ്റിലെ PCC എനിക്ക് കിട്ടിയില്ല. ഞാൻ എംബസി വഴി ട്രൈ ചെയ്തെങ്കിലും അവരെനിക്ക് ഒരു അഫിഡാവിറ്റ് പ്ലസ് PCC ഉണ്ടാക്കി തന്നു. അത് വെച്ച് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. എംബസി അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ഫോമും ഉണ്ടായിരുന്നു. അത് രണ്ടും വെച്ച് ഞാൻ ഒക്ടോബർ 18 VFC പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വരുവാണ്, നിങ്ങൾക്ക് വിസ ലഭിക്കത്തില്ല, കാരണം ഒറിജിനൽ PCC സബ്മിറ്റ് ചെയ്യാതെ വിസ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഞാൻ ഒക്ടോബർ 21 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് മാതാവിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ വിസ തടസ്സം മാറി, എനിക്ക് എന്തായാലും വിസ ലഭിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ഭയങ്കര തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ വിസ എനിക്ക് കിട്ടി. അത് എനിക്ക് ഒറ്റ ഉറപ്പുണ്ട്, മനുഷ്യകരങ്ങൾ കൊണ്ട് ഇത് അസാധ്യമാണ്. എൻ്റെ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് ആ വിസ മേടിച്ച് തന്നതാണ്. എനിക്ക് പൂർണ്ണമായി ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മനുഷ്യകരങ്ങൾക്ക് ഇത് അസാധ്യമാണ്, എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു. ഇന്നലെ തന്നെ എനിക്ക് ടിക്കറ്റും കിട്ടി. അടുത്ത ബുധനാഴ്ച ഞാൻ UK-യിലേക്ക് പോവുകയാണ്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുന്ന് കൃപാസനം പത്രം മേടിച്ച് ഞാൻ പാലാ ഗവൺമെൻറ് ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും വീടുകളിലെല്ലാം കൊടുക്കും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ പത്രം കൊടുത്തപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് കൃപാസനത്തിൽ പോകണം, നിനക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി, അപ്പച്ചൻ പോകണം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് പൈസ ഇല്ല. ഞാൻ അപ്പച്ചനെ പൈസ കൊടുത്ത് സഹായിച്ചു. അനാഥാലയങ്ങൾക്ക് ഒരു നേരത്തിന് ഫുഡിനുള്ള പൈസ ഞാൻ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി.